ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേൽസ് ഓഫ് കിച്ചി ആൻഡ് നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചൈൽഡ് ബെനിഫിറ്റിനെ പറ്റിയാണ്. UK സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുട്ടിയെ അവർ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു പബ്ലിക് ഫണ്ടാണ് ചൈൽഡ് ബെനിഫിറ്റ്. ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കാനായിട്ട് നമ്മളിവിടെ PR വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ BRP കാർഡ് നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് നോ ആക്സസ് ടു പബ്ലിക് ഫണ്ട്സ് ആണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ILR കിട്ടിക്കഴിയുമ്പം ആ ഡേറ്റ് തൊട്ടുള്ള ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വീക്കിലി 24 പൗണ്ട്സ് ആണ് ഫസ്റ്റ് ചൈൽഡിന് UK ഗവൺമെൻറ് തരുന്നത്. സെക്കൻഡ് ചൈൽഡ് തൊട്ട് 16 പൗണ്ട്സ് ഒരു വീക്കിലി നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഒരു കുട്ടി ജനിച്ച ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബർത്ത് രജിസ്ട്രേഷൻ ആണ്. അതിനുശേഷം 48 hours മുതലുള്ള ഏത് സമയത്ത് വേണം ചൈൽഡ് ബെനിഫിറ്റിന് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഒരു കുട്ടിക്ക് 16 year old ആകുന്നത് വരെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. കൊച്ചിന് 20 year വരെ ആകുന്നോടം വരെ നമുക്കിത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ കുട്ടി വേറൊരു ജോലിയും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അവർ ഫുൾ ടൈം എഡ്യൂക്കേഷനിലായിരിക്കും. അങ്ങനെയെങ്കിൽ അവർക്ക് 20 year വരെ ചൈൽഡ് ബെനിഫിറ്റ് UK ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സാലറി സ്റ്റാറ്റസിനെ അനുസരിച്ചാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. നമ്മുടെ സാലറി 50,000 പൗണ്ട്സിന് താഴെയാണെങ്കിൽ നമ്മൾ ചൈൽഡ് ബെനിഫിറ്റിന് എലിജിബിൾ ആണ്. 50,000 മുകളിലാണ് നമ്മുടെ സാലറി എങ്കിൽ നമുക്ക് എത്ര സാലറി കൂടുതലുണ്ടോ, അപ്പോൾ 100 പൗണ്ട്സ് കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ 1% ചൈൽഡ് ബെനിഫിറ്റിൽ നമുക്ക് കുറച്ചാണ് കിട്ടുക. ഇനി 60,000 എബോവ് ആണ് നമ്മുടെ സാലറി എങ്കിൽ നമ്മൾ ചൈൽഡ് ബെനിഫിറ്റിന് എലിജിബിൾ അല്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ 8 weeks കൂടുതൽ കൺട്രിയുടെ ഔട്ട്സൈഡിൽ ജീവിക്കുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. പക്ഷേ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് ഒക്കെ ആണെങ്കിൽ 12 weeks വരെയും നമുക്ക് അവർ എക്സെപ്ഷൻസ് തരാറുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. HMRC കോൺടാക്ട് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും അവർ ക്ലിയർ ചെയ്ത് തരും. നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അവർ പോസ്റ്റായിട്ട് അയച്ചു തരികയും ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ആ ഓൺലൈനായിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ മറ്റൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഇതിപ്പം PR 2 പേർക്കും വേണോ, അല്ലെങ്കിൽ ഞങ്ങൾ PSW ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ നമ്മൾ PR വേണം, ഒരാൾക്ക് മതി, അത് ഫാദറിനോ മദറിനോ മതി. പിന്നെ PSW ഉള്ള ആ ഒരു വിസ സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരാൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കുട്ടിക്ക് PR വേണോ എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമില്ല. അമ്മയ്ക്ക് മാത്രം, അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ മാത്രം PR ഉണ്ടായാൽ മതിയായിരിക്കും. ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ടൈം 1 മാസം തൊട്ട് 2 മാസം വരെ എടുക്കാറുണ്ട്. ലേറ്റ് ആയാലും നമുക്ക് നമ്മളുടെ ആ ഒരു PR കിട്ടിയ ഡേറ്റ് തൊട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.